Debate with Dr. Arun Kumar. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിന്റെയോ തൃശൂരിലെ അപ്രതീക്ഷിത BJP ജയത്തിന്റെയോ അനുരണനങ്ങൾ 6 മാസം ഇപ്പുറം കണ്ടില്ല. എന്നാൽ പാലക്കാട് വോട്ട് കൂടിയതും ചേലക്കരയിൽ ഇടതു വോട്ട് കുറഞ്ഞതും ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിഞ്ഞ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ചേലക്കരയിലെ രാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണം മാറ്റമേതുമില്ലാതെ തുടരുന്നതും പാലക്കാട് വോട്ടിൽ നേരിയതെങ്കിലും വർധന വന്നത് സർക്കാരിനുള്ള അംഗീകാരമെന്ന് ഭരണപക്ഷം കരുതുകയും ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. ചോദ്യം ഇതാണ്: ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന്. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി V. വസീഫ്, കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, BJP പ്രതിനിധി ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം CPM പ്രതിനിധി V. വസീഫിലേക്കാണ്. CPM എടുത്തിരിക്കുന്ന നിലപാട് വളരെ അത്ഭുതകരമാണ്. ശ്രീ വസീഫ്, ചേലക്കര മണ്ഡലത്തിൽ ഏകദേശം 27,000 വോട്ട് കുറയുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 54,000-ൽ നിന്ന് 5,000-ലേറെ വോട്ടുകൾ വർദ്ധിച്ച് 59,000 ആവുന്നു. അവരുടെ ഭൂരിപക്ഷം 15,000 കണ്ട് വർദ്ധിക്കുന്നു. പ്രതിപക്ഷത്തിന് വോട്ട് വർദ്ധിക്കുന്നതും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLAക്ക് ഭൂരിപക്ഷം കുറയുന്നതും ഭരണവിരുദ്ധ വികാരമല്ലേ ശ്രീ V. വസീഫ്? അരുണെ, നമ്മളിപ്പോൾ കാണേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ UDFും വലതുപക്ഷവുമൊക്കെ വലിയ പ്രചരണം നടത്തിയ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് UDFന് കിട്ടിയ വലിയ മേൽക്കൈ ഭരണവിരുദ്ധ വികാരമാണ്, ആ വോട്ട് ആ മനസ്സ് ഇവിടെ നിലനിൽക്കുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്തിന് ചേലക്കരയിൽ 2,000 മുതൽ 6,000 വരെ വോട്ടിന് എന്ത് സംഭവിച്ചാലും UDF വിജയിക്കും എന്നായിരുന്നല്ലോ ഇവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന UDF അവരുടെ വാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നേട്ടമല്ലേ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? ഞങ്ങൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവർ പറയുന്നത് കഴിഞ്ഞ ചേലക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് 2021 വോട്ടിംഗ് ശതമാനം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വോട്ടിൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. അന്ന് അവിടെ മത്സരിച്ചിരുന്ന രാധാകൃഷ്ണേട്ടന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് UR പ്രദീപ് മത്സരിച്ച വോട്ടിനേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നൊരു വോട്ടുണ്ട്. ഈ ലോകസഭയിൽ 5,200 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന ഞങ്ങൾ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വരെ വർദ്ധിപ്പിച്ച് ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതൊക്കെ പ്രചരണങ്ങളെ, എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് വന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് വന്നതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലല്ലോ. പാലക്കാട് നോക്കൂ നിങ്ങൾ, പാലക്കാട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഇവരെന്തായിരുന്നു പറഞ്ഞത്? LDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. ചിത്രത്തിലേ ഇല്ലാത്ത LDFും BJPയും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതാണ് അരുൺ. പാലക്കാട് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളും അവരും തമ്മിൽ 9,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നിടത്താണ് ഞങ്ങൾ വളരെ ചെറിയ വ്യത്യാസത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ, പ്രത്യേകിച്ച് ലോകസഭയിൽ കിട്ടിയതിനേക്കാളും നിയമസഭയിൽ കിട്ടിയതിനേക്കാളും വോട്ട്, അതായത് ഞങ്ങൾ 99 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് കിട്ടാത്ത വോട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതൊരു നേട്ടമല്ലേ? അതൊരു നേട്ടമാണ്. ആ നേട്ടത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇത് എന്തിനെയൊക്കെ അതിജീവിച്ചതാ? നിങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും എല്ലാം അതിജീവിച്ച് കിട്ടിയ വോട്ടാ. ഇവർ എല്ലാവരും കൂടി ചേർന്ന് CPMനെ, ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയെയൊക്കെ അങ്ങ് വല്ലാതെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഈ മിന്നും വിജയം നേടിയത്. ആ മിന്നും വിജയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അർഹതപ്പെട്ടതാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചിട്ട് പോലും, സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് പോലും
അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി വിശ്വാസത്തിലെടുത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, അതോടൊപ്പം തെളിമയാർന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ BJPയുടെ സംഘപരിവാരത്തിൻ്റെ വർഗീയ നിലപാടുകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായ കേരളത്തിന് അതിനെല്ലാം കളങ്കം ചാർത്തുന്ന തരത്തിലേക്കാണ്. പോയി ഹലോ, അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് കിട്ടിയ 38,000-ലെ വലിയ വോട്ടുകൾ എങ്ങനെയാണ് കെ ബാലകൃഷ്ണൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് പോകുന്നത്? ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ, സർക്കാർ അനുകൂലമായിട്ട് തരംഗമായിരുന്നുവെങ്കിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ചുരുങ്ങിയ പക്ഷം അവിടെ അവർ വോട്ട് ചെയ്യാതിരിക്കണമായിരുന്നു. പക്ഷേ അത് പ്രതിപക്ഷ കക്ഷികളിലേക്ക് പോയി, അത് BJPയിലേക്ക് പോയി. രമ്യ ഹരിദാസ് അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അതെങ്ങനെ സാധിച്ചു? ചേലക്കര മണ്ഡലം മാത്രം എടുത്താൽ അല്ല, അങ്ങനെ കാണേണ്ട. അവിടെ ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രാധേട്ടനെ സംബന്ധിച്ചിടത്തോളം രാധേട്ടൻ്റെ ഒരു വൈബ്രൻസിക്ക് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധത്തിന് ഒക്കെ കിട്ടുന്ന വോട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചതിന് കിട്ടുന്ന വോട്ടാണ്. പക്ഷേ ഞങ്ങളെ ഈ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ രാധാകൃഷ്ണേട്ടനും ഈ പറയുന്ന രമ്യ ഹരിദാസും മത്സരിച്ച ലോകസഭയിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾ മുന്നോട്ട് വരുന്ന കോൺഗ്രസ് പ്രതിനിധി ഒരേ മനുഷ്യരല്ലേ വോട്ട് ചെയ്യുന്നത്. റിജിൽ മാക്കുറ്റി, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മാത്രമല്ല, പാലക്കാട് നേടിയ വിജയത്തെ പോലും ആ അർത്ഥത്തിൽ സമ്മതിച്ചു തരാൻ CPM തയ്യാറാവുന്നില്ല. റിജിൽ മാക്കുറ്റി, ചേലക്കരയിൽ BJPയുടെ വോട്ട് വർധന പോലും തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിയാത്ത CPM ഭരണവിരുദ്ധ വികാരമല്ലെന്ന് സ്ഥാപിക്കാൻ ലോക്സഭയിലെ കണക്കുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. റിജിൽ മാക്കുറ്റി, യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നില്ലെങ്കിൽ പാലക്കാടും ചേലക്കരയിലും CPM വോട്ട് വർദ്ധിപ്പിക്കണ്ടേ? റിജിൽ മാക്കുറ്റി. ഡോക്ടർ അരുണേ, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുമായിട്ട് ഇവർ വരികയാണ്. ഞാൻ പറയുന്നത് ചേലക്കരയിലും പാലക്കാടും വയനാട് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. വയനാട് പ്രിയങ്ക ഗാന്ധിയെ മത്സരിച്ചത് കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാളും 4.9% വോട്ട് വർധനയിലേക്ക് ഈ പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ ഞാനും നിങ്ങളും തമ്മിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു 4 ലക്ഷത്തിലധികം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നു. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ് അനുസരിച്ച് താങ്കൾ അതിൻ്റെ കണക്കൊക്കെ ലോജിക്കലായി എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ 4 ലക്ഷത്തിന് മുകളിലേക്ക് അവരുടെ വോട്ടിംഗ് ഭൂരിപക്ഷം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 2-3 മാസത്തിനുള്ളിൽ ഇത്രയേറെ വോട്ട് വർദ്ധിക്കാൻ കാരണം? ഇപ്പോൾ വയനാടും അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ കൂടെ തന്നെയല്ലേ, അത് പോളണ്ടിലൊന്നും അല്ലല്ലോ. അവിടെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ് ശ്രീമതി ആനി രാജ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ സാധിക്കാഞ്ഞത്? അപ്പോൾ വയനാടും അതോടൊപ്പം കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഭാഗം വരുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെയും LDF വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയാം എന്താണ്, ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമില്ല, നിങ്ങൾ നോക്കൂ വാനി രാജയെ കാണും വോട്ട് സത്യം മൊകേരി പിടിച്ചില്ലേ, LDFിൻ്റെ മികവല്ലേ, പറയാൻ പറ്റുമോ? അത് പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ടാണോ? അപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് LDFിന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട് 15,000-ഓളം വോട്ട് പുതിയ വോട്ട് വന്നിട്ടുണ്ട്. അതിന് 7,000 വോട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 3,000 വോട്ട് പോലും ഇവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലല്ലോ. ഇവർ കേവലം 800 വോട്ടാണ് പിടിച്ചത്. വോട്ടിംഗ് വർധനവിൽ 800 വോട്ട് വർദ്ധിപ്പിച്ചതുകൊണ്ടാണോ ഇവരെ വർധനമുണ്ടായിട്ടുള്ളത്? അവിടെ BJPയുടെ വലിയ മെജോറിറ്റി വോട്ട് ഞങ്ങൾ താഴ്ത്തിക്കൊണ്ടുവന്നു. BJPയുടെ ഭൂരിപക്ഷം ഞങ്ങൾ കുറച്ചു. ശ്രീധരൻ പിടിച്ചതിനേക്കാളും വലിയ രൂപത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഈ ശ്രീധരൻ 50,220 വോട്ട് പിടിച്ചപ്പോൾ ഇത്തവണ അത് 37,293 ഞങ്ങൾ കുറച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് 18,000-ൽ പരം വോട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. BJPയെ പരാജയപ്പെടുത്താൻ BJPയും CPMും തമ്മിൽ ഉണ്ടാക്കിയ CJP ധാരണയെ തകർത്തുകൊണ്ടാണ് പാലക്കാട് ഞങ്ങൾ ഈ ഉജ്ജ്വല വിജയം നേടിയത്. ഞങ്ങൾക്കെതിരായി ഇല്ലാത്ത പല ഇൻഡാസുകൾ ഇറക്കിക്കൊണ്ടും അവസാനം ഷാഫി പറമ്പെല്ലാം വടകരയിൽ പരാജയപ്പെടുന്ന കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയതുപോലെ അവിടെ പത്രങ്ങൾ നോക്കി സിറാജ് പത്രത്തിലും മറ്റൊരു സുപ്രഭാതം പത്രത്തിലും പ്രത്യേക തരത്തിൽ പരസ്യം കൊടുത്തിട്ട് പോലും അവിടുത്തെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ഇവരുടെ ഈ പാഷാണം വർക്കിയുടെ പണി അംഗീകരിക്കാതെ കൊണ്ടാണ് ഈ ഉജ്ജ്വല വിജയം നേടിയത്. എന്നിട്ട് എന്താ പറയുക, അവിടെ SDP വോട്ട് വാങ്ങിയത്. SDP അവിടുത്തെ BJPയുടെ വോട്ട് ഇത്രയേറെ കുറച്ച് അവിടെ വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ അത് SDP വോട്ടാണെന്ന് പറഞ്ഞ് ആ രൂപത്തിലേക്ക് ഇവർ അതിനെ
BJP-യുടെ നെറേറ്റീവിനെ ഇവർ പിന്തുണക്കുകയല്ലേ? അപ്പോൾ ഇവർ BJP വോട്ട് കുറഞ്ഞ് ഇവർക്ക് ആ സങ്കടം, ഇവരാ കരച്ചിൽ. AKG സെൻറ്ററിലാണ് ആ കരച്ചിൽ വരുന്നത്. ഞങ്ങൾക്ക് ഇവർ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത്ര BJP ഇതുപോലെ പരാജയപ്പെടുത്താൻ സാധിച്ചതിനകത്ത് എന്തുകൊണ്ടാണ് ഇവർ ഈ കരച്ചിലുമായി വരുന്നത്? പിന്നെ ചേലക്കരയിലെ വോട്ട് 38,000 ആ വോട്ടിനകത്ത് നിന്ന് 12,000-ലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായിട്ടും രമ്യ ഹരിദാസ് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ MLA എന്ന നിലയിൽ അയാൾ അവിടുത്തെ സുപരിതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ആ 39,000-ൽ പരം വോട്ട് കിട്ടിയ രാധാകൃഷ്ണന്റെ വോട്ടിനകത്ത് ആ രൂപത്തിൽ എത്താൻ സാധിക്കാത്തത്? 22,000-ഓളം വോട്ട് ഞങ്ങൾ കുറച്ചു കൊണ്ടുവന്നില്ലേ? അത് ഈ പ്രത്യേകിച്ച് ചേലക്കര എന്ന് പറയുന്ന മണ്ഡലം, ഇപ്പോൾ പയ്യന്നൂർ കോൺഫറൻസി, കണ്ണൂരിലെ തലശ്ശേരി ഉൾപ്പെടെയുള്ള CPM-ന്റെ കോട്ടയാണ്. അവിടെയൊക്കെ എത്രയോ തരത്തിലുള്ള പിന്നെ ട്രെൻഡ് ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ വലിയ സുനാമി അടിച്ചാൽ പോലും അവിടെയൊന്നും ഇളകാൻ സാധിക്കില്ല. വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയും, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ കുറയ്ക്കുക എന്നല്ലാതെ നമുക്കവിടെ ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത സ്ഥലമാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് ചേലക്കര. CPM-ന്റെ കരുത്തനായ ശക്തമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ വോട്ട് കുറച്ചിരിക്കുന്നു. അപ്പോൾ അത് ഭരണത്തിൻ്റെ മികവാണ് എന്ന് ഇവരിങ്ങനെ സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി അതിനകത്ത് ആനന്ദത്തോടുകൂടി അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ ജനം ഇവർക്കെതിരാണ് എന്നുള്ളത് വയനാടും പാലക്കാടും ചേലക്കരയും വെച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ ആശ്വാസത്തിന് വേണ്ടി പുതിയ ക്യാപ്സ്യൂളിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഭരണവിരുദ്ധത ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇവർക്കെതിരാണ് എന്നുള്ളത് കണക്ക് വെച്ച് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, എൻ്റെ ചോദ്യം ഇതാണ്, വയനാടിൽ എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് പരാജയത്തിലേക്ക് LDF പോയത്? അവിടെ BJP-ക്കും വോട്ട് കുറഞ്ഞല്ലോ. സ്വാഭാവികമായി 3 മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്? ഈ 2 സർക്കാരുകൾക്കെതിരെ വിലയിരുത്തലല്ലേ അവിടെ നടത്തിയത്? വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ച ക്രൂരതയല്ലേ അവിടുത്തെ ജനങ്ങൾ അവർക്ക് BJP-ക്കെതിരായി ഇത്രയേറെ വോട്ട് കൊടുക്കാൻ? ഉല്ലാസ് ബാബു, ഈ തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ പക്ഷം വയനാട്ടിൽ കെട്ടിവെച്ച കാശ് BJP-ക്ക് നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമല്ലേ? 2, പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമല്ലേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ചേലക്കരയിൽ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് വോട്ടാക്കാൻ സാധിച്ചു എന്ന് കണക്കാക്കിയാൽ പോലും. ഉല്ലാസ് ബാബു, നോക്കൂ ശ്രീ അരുൺ കുമാർജി, നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ സ്വാഭാവികമായിട്ട് നവംബർ 23-ാം തീയതി അടുത്ത വർഷം കാണണമെന്ന് ഞാനും അങ്ങയോട് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്കായിരുന്നു. അങ്ങും അത് ശരി നോക്കാം എന്ന് നമ്മളൊക്കെ പരസ്പരം ചർച്ച ചെയ്തതാണ്. അവിടെയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ സംഘടനകളൊക്കെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഒരു ശൈലി നമുക്ക് എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിനൊരു പാറ്റേൺ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിതിനകത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അരുൺകുമാർജിയെ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പാനലിസ്റ്റുകളെ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടേണ്ടവിടത്ത് എന്തുകൊണ്ടാണ് അതിനെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചേലക്കര പോലെയുള്ള ഏറ്റവും അതിപിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ വീണ്ടും ജയിക്കാൻ സാധിക്കുക എന്ന് പറയപ്പെടുന്നത് അത് CPM-ന്റെ വിജയം മാത്രമായിട്ട് അതിനെ കാണരുത്. അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ആദർശ രാഷ്ട്രീയവുമുണ്ട്, ധാർമ്മിക രാഷ്ട്രീയവുമുണ്ട്, ഒപ്പം തന്നെ അധികാര രാഷ്ട്രീയവുമുണ്ട്. ഈ ധാർമ്മിക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയത്തിൻ്റെയും പപ്പാതി ഫിക്സ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്ത് പോകുന്നൊരു ശൈലിയുമുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ധാർമ്മിക രാഷ്ട്രീയത്തിലും ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെയും ഇടയിലൂടെ ഒരു ജാതി രാഷ്ട്രീയം കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ജനം കൃത്യമായിട്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ നിർബന്ധിതരാകുന്ന സമയത്താണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മറ പിടിച്ചുകൊണ്ട് അതിൻ്റെ പുറകിലേക്ക് എന്ത് വരുന്നത്? ഒരു ജാതി രാഷ്ട്രീയം വരുന്നത്. ആ ജാതി രാഷ്ട്രീയം ഭരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം മുൻകൈ എടുക്കുമ്പോഴാണ് വിവിധ സ്ഥലങ്ങളിൽ ഭരണവിരുദ്ധ വികാരങ്ങളും അതുപോലെ തന്നെ ശരിക്കുള്ള ഡെവലപ്മെൻറ്റുകൾ കിട്ടാത്ത ആളുകൾ പോലും അതിലേക്ക് ഷിഫ്റ്റായി പോകുന്നത്. അവിടെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ജനങ്ങൾ തിരുത്തൽ ശക്തികളായ ഇത് മാറ്റൂ എന്നുള്ളത്. ജനങ്ങൾ തിരുത്തൽ ശക്തികളാകേണ്ട സമയമായിരുന്നു ഇതൊക്കെ. അവിടെയാണ് ഈ ജാതി രാഷ്ട്രീയത്തിന് സ്ഥാനം ഉണ്ടാകുന്നത്. ആ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വർഗീയവൽക്കരണ വർഗീയ സ്ഥാനത്തിൻ്റെ അവസ്ഥയാണ് കഴിഞ്ഞ 7 മണി മുതൽ 8 മണി വരെയുള്ള അങ്ങയുടെ ചർച്ചയിൽ അങ്ങയുടെ തന്നെ റിപ്പോർട്ടർ ചാനലുള്ള ബഹുമാനനായിട്ടുള്ള റോഷിപാലിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായത്. ആ ആക്ഷേപം ഉണ്ടായത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാക്കാനും കൈപ്പാങ് കൊണ്ട് കലക്കിക്കളയണം അവനെ എന്ന് പറയുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അങ്ങനെയുള്ളൊരു സംവിധാനത്തെ ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകനെ കൈപ്പാങ് കൊണ്ട് പൂശിക്കളയണമെന്ന് പറഞ്ഞാൽ കൊല്ലണം എന്നുള്ളത് പച്ചയായിട്ട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അദ്ദേഹം കൊണ്ടുവന്ന ഒരു വാർത്തയുടെ. അങ്ങനെയാണെങ്കിൽ എത്രയെല്ലാം വാർത്തകൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എത്രയോ ആളുകൾക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. വാർത്തകളായിട്ട് കാണുകയും വാർത്തകളെ വാർത്താ ശൈലിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് കൈപ്പാങ് കൊണ്ട് തീർത്ത് കളയുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനും
അരുൺകുമാർജിയൊക്കെ നാളെ ചർച്ചയ്ക്ക് ഇരിക്കുക, നാളെ എങ്ങനെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഗീയ കാർഡുകളും ഒരു കൃത്യമായിട്ടുള്ളൊരു വർഗീയ രാഷ്ട്രീയവും ഇതിന് പുറകിലുണ്ട്, കൃത്യമായ ജാതി രാഷ്ട്രീയമുണ്ട്. അത് പുട്ടിന് പേര് ഇടുന്നത് പോലെ കൃത്യമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും അതാത് തെരഞ്ഞെടുപ്പുകളുടെ ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ടിടുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോവുകയും അവിടെ ജനം അവരുടെ വികസനത്തെ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു വിശാല കാഴ്ചപ്പാടുണ്ട്. അത് ഉല്ലാസ് ബാബു പറയുന്നതിൻ്റെ പേരിൽ BJP പറഞ്ഞതല്ല, അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് കരുതരുത് ഒരിക്കലും. കാരണം അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു ഫാക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്യണം. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ കോൺക്ലേവുകളൊക്കെ കൈപ്പാങ്ങുകൊണ്ട് തീർത്തു തരുന്നവരുടെ മുമ്പിൽ ഭയക്കുന്നവരല്ലല്ലോ നിങ്ങളെപ്പോലുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മാധ്യമപ്രവർത്തകരാവുകയും തുറന്നു പറയുകയും ചെയ്യില്ലല്ലോ. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികൾക്കെതിരെയൊക്കെ നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ നിങ്ങൾ ആഴ്ന്നിറങ്ങി ചെന്നിട്ടുണ്ട്. വ്യാജ ID കാർഡിൻ്റെ വിഷയം പുറത്ത് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരുത്തനെ കൊന്നുകളയാമെന്ന് കരുതിയാൽ അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയം ഭരിക്കുന്ന, അല്ലെങ്കിൽ ജാതിയുടെ ഒരു ബാക്കപ്പ് അത് പുറത്ത് പറഞ്ഞിരുന്നില്ല. മാധ്യമങ്ങളിലൊന്നും ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല, മാധ്യമങ്ങളൊന്നും ഇത് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ല. അവിടെയൊക്കെ ധാർമ്മിക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും ധാർമ്മിക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും തമ്മിലൊരു കളിയായിരുന്നു. അതിൻ്റെ പുറകിലൂടെ ഭംഗിയായി ഓടിക്കൊണ്ടിരുന്നത്. അത് ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. BJP അതൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട് കേരളത്തിൽ. ആ പിന്നിലൂടെ പോയിരുന്ന സാധനം പതുക്കെ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മറ നീക്കി പുറത്തു വരുന്നത് വളരെ ആപത്താണ്. കാരണം അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന അനുകരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാവുന്ന തമ്മിൽ തല്ലുകളും വഴക്കുകളും മടികളും ബഹളങ്ങളും കൃത്യമായിട്ടുള്ള ഒരു ശൈലിയാണ് ഉണ്ടാക്കുക. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേലക്കരയും പാലക്കാടും വയനാടും ചർച്ച ചെയ്യാം. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ബഹുമാനനായിട്ടുള്ള ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ്റെ മീറ്റ് എഡിറ്റിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്ന ഒരു വേസ്റ്റാണ് എന്നാണ് അദ്ദേഹം ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്. മാധ്യമത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ ഒരു വിമർശനമായിട്ട് കാണുന്നു. അദ്ദേഹം പറഞ്ഞു ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്ന ഒരു വേസ്റ്റാണ്, ബാലകൃഷ്ണൻ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ റീഡിങ് അങ്ങനെ ഫ്ലോറിലിരുന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബാലകൃഷ്ണൻ വേസ്റ്റ് ആയിരുന്നോ? ബാലകൃഷ്ണൻ്റെ വോട്ട് ചെയ്തത് ബാലകൃഷ്ണൻ ദുർബലനായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ ദുർബലനാണ് എന്നും വേസ്റ്റാണ് എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തന ശൈലി അടക്കമുള്ള കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യണം. ബാലകൃഷ്ണൻ ദുർബലനായിരുന്നില്ല, ബാലകൃഷ്ണൻ വേസ്റ്റ് ആയിരുന്നില്ല, ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്നവർ അവരുടെ വോട്ട് വേസ്റ്റായി എന്നുള്ള ഫീലിംഗും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് BJP കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ സമൂഹത്തിൽ എത്തിപ്പെടുത്തുന്നില്ല. ആര് കാരണം? MLA കാരണം. ആരാണ് MLA ആയിരുന്നത്? K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവർത്തികൾ അദ്ദേഹം മൗനം പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് BJP ജനങ്ങളുമായി സംബന്ധിച്ചതും BJPക്ക് അവിടെ 10,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചതും. അവിടെ മാധ്യമ റിപ്പോർട്ടുകൾ അടക്കുന്ന നിങ്ങളുടെ മിഡ് എഡിറ്റേഴ്സിൽ പോലും അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം പറഞ്ഞതൊക്കെ 100% തെറ്റായിരുന്നു. ജനങ്ങൾ ബാലകൃഷ്ണന് കൃത്യമായിട്ടുള്ള വോട്ടുകൾ പാലക്കാട് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലേ ഉല്ലാസ് ബാബു? താങ്കൾക്കടക്കം ഒരുപക്ഷെ അത് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അതായിരിക്കില്ലേ മുനിസിപ്പാലിറ്റി 4,000-ലേറെ വോട്ടിന്റെ ആനുകൂല്യം കോൺഗ്രസിന് കൊടുത്തത്? അരുൺകുമാർജി വണ്ടി ചേലക്കര എത്തിയിട്ടുള്ളത് പാലക്കാട്ടേക്ക് തിരിക്കുന്നു. അതായത് പാലക്കാട് അരുൺകുമാർജി ഞാനും അടക്കം നിരവധി കാര്യങ്ങൾ പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും സ്ഥിരം പറയാറുള്ളതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയാർജിത ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് വികസനം ചെയ്യാൻ സാധിച്ചിട്ടില്ല, ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നൊരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. നമ്മളത് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനകത്ത് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആ കണക്കിൽ എത്ര കിട്ടി, ഈ കണക്കിൽ എത്ര കിട്ടി എന്നുള്ളതിലല്ല. നിലവിലെ കണക്കുകളിൽ ഞങ്ങൾക്ക് വോട്ടിൻ്റെ വ്യത്യാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തത്തോടെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാലക്കാടും ഇതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ റിലീജിയസ് പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നു. അവിടെ മതരാഷ്ട്രീയത്തെ കൂടുതൽ പ്ലേസ് ചെയ്യിക്കുന്നു. അതിന് രാഷ്ട്രീയപരമായിട്ട് മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ആപത്കരമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മൾ 5 മിനിറ്റ് നേരം, 4 മിനിറ്റ് നേരം, 10 മിനിറ്റ് നേരം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ യഥാർത്ഥ കാര്യങ്ങൾ മറക്കി പുറത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. റോഷിപാലിൻ്റെ വിഷയത്തിലേക്ക് ആ വിഷയം വന്നപ്പോഴാണ് സത്യത്തിൽ ഇന്ന് നിങ്ങൾക്കും ആ വിഷയം അതിഭീകരമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. റോഷിപാലിൻ്റെ വിഷയം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 7 മണി മുതൽ 8 മണിയുള്ള ചർച്ചയിൽ രാജു പി നായരുമായി നടത്തിയ ചർച്ചയിൽ അരുൺകുമാർജി ഇത് സംസാരിക്കില്ലായിരുന്നു. ഈ വിഷയം ഇന്നലെ അവിടെ തീർത്തു വിട്ടേനെ. ആ വിഷയം ഇന്നലെ തീർക്കേണ്ടതല്ല, ആ വിഷയം മിനിഞ്ഞാന്ന് വന്നതല്ല, ആ വിഷയം
രാഷ്ട്രീയം വർഷങ്ങളായിട്ട് ഇവിടെ നിലനിർത്തിക്കൊണ്ടുവന്നതാണ്. അത് രഹസ്യമായിട്ടായിരുന്നു ഇപ്പോൾ അത് പരസ്യമാക്കി എന്ന് പറയപ്പെടുന്നത്. പാലക്കാട് ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു വർഷം അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പാഠമായിട്ട് തന്നെ അത് ഭംഗിയായിട്ട് എടുക്കും. അതിന് പോസിറ്റീവ് സപ്പോർട്ട് കൂടി എടുക്കും, ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് വയനാട്ടിൽ കേന്ദ്ര സഹായമടക്കം വന്നില്ല എന്നുള്ള പ്രചരണം അവിടെ ജനങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഞാൻ തിരിച്ചു വരാം. CPM പ്രതിനിധി അത് അരുൺകുമാർജി പറഞ്ഞത് കറക്റ്റാണ്. അരുൺകുമാർജി ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങയുടെ അഭിപ്രായം ആ വരിയൊന്ന് ഞാൻ കടമെടുക്കുകയാണ് ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കേന്ദ്ര സഹായം വന്നില്ല എന്നുള്ള പ്രചരണം വിശ്വസിച്ചു. ആ വിശ്വസിപ്പിക്കലായിരുന്നു അഭ്യാസം എന്ന് പറയപ്പെടുന്നത്. സത്യം പറയുകയാണെങ്കിൽ അരുൺകുമാർജിക്കും കൃത്യമായിട്ട് അറിയാം. ഇവർ തന്നെ നമ്മൾ ഹൈക്കോടതി വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പെട്ടതാണ്. 13-ാം തീയതി കൊടുത്ത കാര്യത്തിന് 20-ാം തീയതി ആകുമ്പോഴേക്കും തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു ഹർത്താൽ നടത്തുന്ന ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പറയേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കപ്പെടലിന്റെയും ഒരു വക്താക്കളായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറുമ്പോൾ ജനങ്ങൾ അവരെ പെട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, എന്തൊക്കെ പ്രചരണങ്ങളാണ് പാലക്കാട് നടത്തിയത്. 6 പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ. അതിലൊന്ന്, സ്ഥാനാർത്ഥിയായ സരിനെ മറുകണ്ഠം ചാടിച്ച് വലിയ രീതിയിൽ വോട്ട് നേടാം. അവിടെ ആകെ വർദ്ധിച്ചത് 850 വോട്ട്. നിങ്ങൾ കത്ത് വിവാദം പുറത്തു വന്നു, അതിൽ വലിയ ആഘോഷമാക്കി. പക്ഷേ ഒടുവിൽ പാലക്കാട്ടെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഒരുമിച്ചു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയമൊരുക്കി കൊടുത്തു. ട്രോളി വിവാദം വന്നു. ആ ട്രോളി വിവാദം അമ്പാട് ചീറ്റിപ്പോയി. നിങ്ങൾ പിന്നീട് ചാരായമൊഴുക്കി എന്ന തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. അതും ഒന്നും നടന്നില്ല. മറ്റിടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ വലിയ വിഭാഗീയതയും വിമതശല്യവും ഉണ്ടെന്ന് കാണിച്ചു. അതും അവിടെ ഏൽക്കാതെ പോയി. അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ, വ്യക്തിപരമായും രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിനു ശേഷം അവിടെ പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ല. ഈ സർക്കാരിനെതിരെ ഒരു അസ്വസ്ഥത വോട്ടർമാർ പ്രകടിപ്പിച്ചു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. വി വസീഫ്. അരുണേ, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണിത്. ഞങ്ങൾ 99 സീറ്റിൽ ജയിച്ചിട്ട് പോലും ഞങ്ങൾ ഒരനക്കവും മുന്നോട്ട് വരാത്ത, അല്ലെങ്കിൽ ഒരു പടി പോലും മുന്നോട്ട് വരാത്ത ഒരു മണ്ഡലമാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 34,640 മാത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ച സമയത്ത് പോലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണ അത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങളുടെ എയർ ടൈം ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ തന്നെ നിങ്ങളോടൊക്കെ പല തവണ പറഞ്ഞതാണ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, നിങ്ങളുടെ ഒരു ഇടപെടലുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, സരിനെ ഇങ്ങോട്ട് ചാടിക്കാൻ ഞങ്ങൾ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്തതാണോ? അല്ലല്ലോ. സരിന് ആ കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ വലിയ മാറ്റം വന്നതുകൊണ്ടല്ലേ. സരിൻ പറഞ്ഞത് ഞാൻ വായിച്ചറിഞ്ഞ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്, ജീർണിച്ച കോൺഗ്രസ് ആണ്. നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും പുസ്തകങ്ങളിൽ സരിൻ വായിച്ചറിഞ്ഞ കോൺഗ്രസേ അല്ല. ഇവർ ഉപജാപക സംഘങ്ങളുടെ പിടിയിലാണോ? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ കൂട്ടമായി ഇന്നത്തെ കോൺഗ്രസ് മാറി. സരിൻ മാത്രമല്ല, ഷാനിബ് പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിലുള്ളതല്ലേ. ഇപ്പോൾ ഈ നിങ്ങൾ റോഷിപാലിൻ്റെ വിഷയം നമുക്കൊക്കെ അറിയാലോ. നിങ്ങളുടെ റോഷിപാലിനെ വധിക്കുമെന്നുള്ള ഭീഷണിയും MLA, കോൺഗ്രസിലെ ഏറ്റവും വിനയാന്വിതൻ എന്നൊക്കെ നിങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്ന മനുഷ്യൻ്റെ ലൈക്കുണ്ടല്ലോ. എന്തിനാ ലൈക്ക്? റോഷിപാലിനെ കൊല്ലാൻ വേണ്ടിയുള്ള ലൈക്കാ. അങ്ങനെ ലൈക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? വ്യാജ ID കാർഡാണ്. വ്യാജ ID കാർഡ് വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാധ്യമ ധർമ്മത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇടപെട്ട് കുറേ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, റോഷിപാലിനെ വധിക്കുമെന്ന് പറയുന്നത് റോഷിപാലിൻ്റെ കയ്യിൽ നിങ്ങൾ എയർ ചെയ്യാൻ മടിക്കുന്ന എന്തോ ഒരു വിലപ്പെട്ട വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുള്ളതാണോ? അങ്ങനെ എയർ ചെയ്യാൻ നിങ്ങൾ മടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലോ പ്രഷറിൽ ഇങ്ങനെ മൂടി വെക്കുകയോ ചെയ്ത ഒരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഇന്നോ നാളെയോ പുറത്തു വരും. അപ്പോൾ റോഷിപാലിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യണം, റോഷിപാലിനെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വരികയാണ്. അങ്ങനെയുള്ള ഒരു പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുക. ഞാനുള്ള ചർച്ചയിലാണ് ഇന്നലെ ജ്യോതികുമാർ ചാമക്കാല വളരെ അഗ്രസീവായി
സംസാരിച്ചു, ചാനലിൽ വലിയ രീതിയിൽ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിൽ ഇടപെടുന്ന ആങ്കർ ആയിട്ടുള്ള നിങ്ങളുടെ സഹപ്രവർത്തക സ്മൃതി, സാധാരണഗതിയിൽ ഞാനൊക്കെ എന്തെങ്കിലും ഒന്ന് കടന്ന് പറയൂ അല്ലെങ്കിൽ ലേശമൊന്ന് ഒച്ച ഉയർത്തി പറഞ്ഞാൽ ഒട്ടും വിട്ടുതരാതെ അങ്ങ് ചാടി വരുന്ന, അങ്ങനെയുണ്ടല്ലോ ഒരു പ്രതിരോധം തീർക്കുന്ന സ്മൃതി ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുന്ന വകവരുത്തുന്ന തരത്തിലുള്ള നമ്മളുടെ റിപ്പോർട്ടിലോ നമ്മളുടെ നിലപാടിലോ രാഷ്ട്രീയ സാധാരണഗതിയിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ നിങ്ങളുടെ ധാർമ്മികതയോ നിങ്ങളുടെ വിശ്വാസ്യതയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാനുള്ള ചർച്ചയിൽ എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞൂടെ അരുണേ? ഒരു നിമിഷം, എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞൂടെ? താങ്കൾക്ക് പറയാം. എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞൂടെ? ഞാനുള്ള ചർച്ചയിൽ എനിക്ക് അനുഭവപ്പെട്ട അനുഭവമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പറയാം. അതിനു മുമ്പ് എനിക്കുള്ള അനുഭവം. റിപ്പോർട്ടർ ടിവിയിലെ ഏതെങ്കിലും റിപ്പോർട്ടറോ ഏതെങ്കിലും എഡിറ്റോറിയൽ അംഗങ്ങളോ നടത്തുന്ന എഡിറ്റോറിയൽ അംഗങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും റിപ്പോർട്ടറുടെ റിപ്പോർട്ടുകളും സംബന്ധിച്ച് കോൺഗ്രസിലെയോ BJP-യിലെയോ അതല്ലെങ്കിൽ CPM-ലെയോ CPI-ലെയോ ഏതു നേതാക്കൾക്കുള്ള വിമർശനവും ഈ ഫ്ലോറിൽ വന്ന് ഇതേപോലെ സംവാദ സദസ്സിൽ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് റൂമും റിപ്പോർട്ട് പിന്തുടരുന്ന അതിൻ്റെ ഒരു ജനാധിപത്യ ബോധവും അതിനനുവദിക്കുന്നുണ്ട്. ഏതു റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. റിജിൽ മാക്കുറ്റിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും റിജിൽ മാക്കുറ്റിന്റെ മുഖത്ത് നോക്കി പറയാറുണ്ട് ഈ ചർച്ചയിൽ. അത് നമ്മൾ ആരോഗ്യകരമായി എടുക്കും. പക്ഷേ അതും ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്താ, റോഷി പാലിനെ കൈപ്പാങ്ങ് കൊണ്ട് തീർത്ത് കളയും എന്നുള്ള അത്യന്തം SDPI-യുടെ തീവ്ര സ്വഭാവത്തിന് സമാനമായ പോസ്റ്റിൽ കോൺഗ്രസിലെ നേതാക്കളടക്കം ഷെയർ ചെയ്യുകയും തമ്പിംപ്രഷൻ ഇടുകയും ചെയ്തത് നമ്മളെ ഞെട്ടിച്ചു. അത് ജനാധിപത്യ സമൂഹം അംഗീകരിക്കാത്തതാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുമ്പോഴും തീർത്ത് കളയും എന്നുള്ളത് ഹിംസയുടെ ഭാഷയാണ്, അത് തീവ്രവാദത്തിൻ്റെ ഭാഷയാണ്, അത് കോൺഗ്രസിന് ചേരാത്ത ഭാഷയാണ്. അതിലൊരു കോൺഗ്രസ് നേതാവടക്കം തമ്പിംപ്രസ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതാണ് നമ്മളിന്ന് ചൂണ്ടിക്കാണിച്ചത്. റിപ്പോർട്ടറെ രാഷ്ട്രീയമായി വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത്തരം വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്, അതുണ്ടാവുകയും വേണം. പക്ഷേ അതിനെയൊന്നും ഭയന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കില്ല നമ്മുടെ റിപ്പോർട്ടർ. പ്രത്യേകിച്ച് റോഷി പാൽ വ്യാജ ID കാർഡ് അടക്കം വ്യാജ വോട്ട് ചേർക്കലടക്കം റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളാണ്. മാത്രമല്ല വസീഫിനും റിജിൽ മാക്കുറ്റിക്കും അറിയാം, കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാ ചാനലുകളും മൗനം പാലിക്കുമ്പോഴും ആ നടിക്കൊപ്പം നിന്ന് നിലപാടെടുത്ത റിപ്പോർട്ടറാണ് റോഷിപാൽ. ആ റോഷിപാൽ റിപ്പോർട്ടറിൻ്റെ അഭിമാനമാണെന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. വസീഫ്, അങ്ങനെ ഒരു റിപ്പോർട്ടറെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരാളെ കൈപ്പാങ്ങ് കൊണ്ട് തീർത്ത് കളയാമെന്നൊരു നിലപാട് ഈ ജനാധിപത്യ സമൂഹത്തിൽ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രതികരിച്ചു എന്ന് മാത്രം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അത് നമ്മൾ നിർത്തൂ. അത് ഞങ്ങൾ പ്രതികരിച്ചു, നിങ്ങൾക്ക് നിലപാട് പറയാം, അതിലെനിക്ക് തർക്കമില്ല. വസീഫ് അല്ല ഓക്കെ ഞാനിവിടെ പറഞ്ഞു വന്നത്, അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറെ പോലും ഇവരെന്ത് ചെയ്തു? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ മാറ്റണം എന്ന് നിർബന്ധമായി ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അതായത് തങ്ങൾക്കെതിരെയുള്ള വാർത്തകളെയെല്ലാം അസഹിഷ്ണുതയോടുകൂടി കാണുകയും അതിൻ്റെ ഒറിജിൻ തേടിച്ചെന്ന് ആ ഒറിജിനിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂർമ്മ ബുദ്ധിയുണ്ടല്ലോ, ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ടല്ലോ, അതിവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിയാണ് പാലക്കാട് പ്രയോഗിച്ചത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പെട്ടി വരുന്നത്. ഞങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്ത പെട്ടി അല്ലല്ലോ. അരുൺ അവിടെ വന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ. ആർക്കും സംശയം തോന്നുന്ന തരത്തിൽ ഒരു 30-35 മീറ്റർ ദൂരത്തിൽ 2-3 കാറുകൾ മാറിക്കയറുന്നു. 2 മണിക്കൂർ നേരത്തേക്ക് ജ്യോതികുമാർ ചാമക്കാലയും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ശ്രീകണ്ഠനും ഉൾപ്പെടെയുള്ള ടീം അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ഇവർ കടന്നു വരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അതിന്റെ ഒരു ക്ലാരിറ്റി. പോലീസിനൊരു പരാതിയില്ല, വനിതാ പോലീസില്ല, അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുക ചെയ്ത വസീഫ്. ആ വാദമൊന്നും നിൽക്കില്ല. വസീഫ് എന്റെ ചോദ്യത്തിലേക്ക് വരൂ. ഈ വോട്ടർമാരുടെ ഭരണവിരുദ്ധ വികാരം എന്നതാണ് ചോദ്യം. അല്ല, എനിക്ക് സമയം എന്താ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതന്നെ പ്രശ്നം, ഇതന്നെ പ്രശ്നം. അരുണേ, നിങ്ങൾ അങ്ങ് വിധി കൽപ്പിക്കുക. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നവരാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞങ്ങൾ ആവർത്തിച്ച് പറയും. ഞങ്ങളൊക്കെ ഗേറ്റിന് പുറത്ത് മാറി നിൽക്കുന്ന സമയത്ത് അവിടെ കോടി വന്ന ഒരു കാറുണ്ട്, ഹോണ്ട സിറ്റി. അതൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് പറയും. ഇത് മനസ്സിലാക്കാനോ ജനങ്ങളിൽ എവിടെയോ അത് പോലീസും അല്ല. അതാ ഞാൻ പറഞ്ഞത് വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് അരുൺ അറിയാലോ. അത് തെളിവല്ലേ?
എന്നിട്ട് അതിന്റെ സോഴ്സ് വരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ക്രിമിനൽ ബുദ്ധിയാണ് ഇന്നത്തെ ഈ ന്യൂജൻ കോൺഗ്രസിനുള്ളത്. നമ്മൾ കാണണം. അപകടകരമാണ് ഇവര് നോക്ക്. അല്ലെ, ഇടയക്കാരല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. ഇവർ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് SDPIയെ കൂട്ടിപ്പിടിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുന്നു. ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ നിരവധി തവണ കാണിച്ചു, ഇപ്പോഴും കാണിക്കാം. 3 4 5 6 നോട്ടീസുകളാണ് ഇവർ വിതരണം ചെയ്യുന്നത്. ആര്? SDPI ടീമും ജമാഅത്തെ ഇസ്ലാമിയും. എവിടെ? പാലക്കാട്. അവരങ്ങനെ നോട്ടീസുകൾ വിതരണം ചെയ്ത് വർഗീയമായ ഏകീകരണത്തിന്, ധ്രുവീകരണത്തിന്, വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന്, അതായത് CPMന് വോട്ട് ചെയ്യരുത്, CPM ഇവിടെ അപ്പാടെ തകർന്നതാണ്, CPMന് നിങ്ങൾ ഒരു വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വീടാന്തരം കയറിയിറങ്ങി പള്ളികൾക്ക് മുമ്പിൽ നിന്ന് പ്രചരണം നടത്തുന്ന ആ കാഴ്ച നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് ജയിച്ചു കഴിഞ്ഞപ്പോൾ വിക്ടോറിയ കോളേജിന്റെ മുൻവശത്ത് നിന്ന് ആദ്യം പ്രകടനം തുടങ്ങി SDPI എന്ന് പറയുന്ന ഇവരുടെ തന്നെ പുന്ന നൗഷാദിനെ കൊലപ്പെടുത്തിയ, ഈ നാട്ടിൽ അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മതപരമായ ചേരിതിരിവിന് ചെറുപ്പക്കാരെ വൈകാരികമായി അണിനിരത്തുന്ന ആ SDPIയെ ഈ മുസ്ലിം സമുദായത്തിലെ തന്നെ ജനങ്ങൾ അറപ്പോടെയും വെറുപ്പോടെയും കാണണമെന്ന് ഈ നാടിനോട് പറഞ്ഞ ഈ സംഘടനക്ക് ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് ശ്രമിക്കുക. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ചോദിച്ചു, നിങ്ങളൊന്ന് തള്ളിപ്പറയോ? നിങ്ങളുടെ തന്നെ മാധ്യമ പ്രവർത്തക ചോദിച്ചു, നിങ്ങൾ ഈ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയോ? ഇവർ പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് ചോദിക്കുക, റജിൽ മാക്കുറ്റി ഇവിടെ പറയ്, ഇനിയെങ്കിലും ഇതുവരെയുള്ളതൊക്കെ നമുക്ക് മറക്കാം. നിങ്ങളുടെ കണ്ണൂരിലാണ് ഫയാസിന്റെ ഉമ്മ, നമുക്കറിയാം. ഇന്ത്യയുടെ പട്ടാളത്തോട് ഏറ്റുമുട്ടിയ തീവ്രവാദിയുടെ ഉമ്മ എന്നുള്ള നിലക്ക് അദ്ദേഹം പറയാണ്, അങ്ങനെ ഒരു മകന്റെ മൃതദേഹം കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉമ്മയുള്ള നാട്ടിൽ നിന്നാണ് റിജിൽ വരുന്നത്. അങ്ങനെയുള്ള ആ സംഘടന, SDPI സംഘടന ഈ സമൂഹത്തിൽ വിപത്തുണ്ടാക്കും എന്നുള്ളതിൽ സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാ ചർച്ചയും നിങ്ങൾ പറഞ്ഞോ, അതിനോടൊപ്പം ഒറ്റ നിലപാട് പറ. SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? നമുക്കതിന്റെ ചരിത്രം മറ്റൊക്കെ പോകാം. പ്രതിപക്ഷ കക്ഷിക്ക് വോട്ട് വർദ്ധിച്ചത് അങ്ങനെ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടി ഒരു വശത്ത് ഇവര് ധ്രുവീകരണത്തിന് പരിശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ RSS വോട്ട് വാങ്ങുന്നു. അതാണ് ഇടത്തെ കൈയിൽ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും വലത്തെ കൈയിൽ ഭൂരിപക്ഷ വർഗീയതയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാവിധ പ്രചരണ കോലാഹലങ്ങളും കൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. റിജിൽ മാക്കുറ്റി, ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാതിരിക്കാൻ പലതവണ ശ്രമിച്ചു, പല രീതികളിലൂടെ പ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചു CPM എന്നുള്ളത് പൊതുവെ വിലയിരുത്തപ്പെട്ട ഒന്നാണ്. പക്ഷേ അതിൽ ജനം വീണില്ല. ജനം ഭരണവിരുദ്ധ വികാരം ശക്തമായി വോട്ടിൽ പ്രതിഫലിപ്പിച്ചു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ചേലക്കരയിലെ വിജയം. ആ ചേലക്കരയിലെ വിജയം കണക്കുകൾ വെച്ച് താങ്കൾ പറയുന്നതനുസരിച്ച് 27,000-28,000 വോട്ടിൻ്റെ കുറവുണ്ട്. പക്ഷേ തൊട്ടുമുമ്പ് 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7,000 വോട്ട് കൂടി. ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനോടൊരു വിപ്രതിപത്തി ഉണ്ടെങ്കിൽ അവിടെ അത് കുറയുകയല്ലേ വേണ്ടത്? 6 മാസം കൊണ്ട് ഈ സർക്കാർ മുഖച്ഛായ ഒന്നും മിനുക്കിയിട്ടില്ലല്ലോ. റിജിൽ മാക്കുറ്റി, എൻ്റെ ഡോക്ടർ അരുണെ കുറച്ച് സമയം എന്തായാലും വേണം. ഇപ്പോൾ 2 പേർക്കും മറുപടി ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം, ഈ പാലക്കാട് ജയത്തെക്കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ജയത്തെക്കുറിച്ച് ഈ പറയുന്ന LDFിൻ്റെ വസീഫ് പറയുകയാണ് അത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ടാണെന്ന്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ BJPയിൽ നിന്ന് അവർക്ക് കാലാകാലമായി അവർ കോട്ടയായ ആ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്ന് അവിടെയുള്ള മതനിരപേക്ഷ വോട്ടുകൾ ഞങ്ങൾ നേടി. BJP അമ്പയെ പരാജയപ്പെടുത്തിയിട്ട് അത് SDPIയുടെ വോട്ടാണെന്ന് പറയുമ്പോൾ BJPയുടെ അതേ നാവാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിന്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെയും അതോടൊപ്പം CPM AKG സെൻറ്ററിൽ നിന്നും മാരാർജി ഭവനിൽ നിന്നും ഒരേ ക്യാപ്സ്യൂളാണ്. ആ ക്യാപ്സ്യൂളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ SDPI എന്ന് പറയുമ്പോൾ ഇവർ ഇതുവരെ SDPI വോട്ട് വാങ്ങിയിട്ടില്ല. ഒരു മിനിറ്റ് ഇത് നിങ്ങൾ കേൾക്കണം. ഇവർ LDF സ്ഥാനാർത്ഥി നടത്തിയ ഒരു ഒരു ചർച്ചയുടെ ഭാഗം 1 മിനിറ്റ് ഞാൻ കേൾപ്പിക്കാം. ഇതാ, ഞാൻ വരുന്ന പ്രദേശത്തിന്റെ ഭാഗത്തു നിന്നുള്ള 2 ഉദാഹരണങ്ങൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SDPI വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന 102 വാർഡുകളിൽ 102 വാർഡുകളുടെ അവകാശവാദമാണ് SDPI ഉന്നയിക്കുന്നത്. അതിലെ കഥകളും പറഞ്ഞു തരാം. ഏറ്റവും ആദ്യത്തെ ഉദാഹരണം ഷൊർണൂർ മുനിസിപ്പാലിറ്റി. 33 വാർഡുകളുള്ള ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ CPMന് 16, കോൺഗ്രസിന് 7, BJPക്ക് 9, SDPIക്ക് 1. അതായത് CPMന് ഭരണത്തിലേറാനുള്ള കേവല ഭൂരിപക്ഷമില്ല.
ഇന്ന് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് വാങ്ങി 17 എന്ന മാജിക് നമ്പർ തികച്ച CPM ആണ്. രാജു എബ്രഹാമിനെ പത്തനംതിട്ടയുടെ കാര്യം മാത്രമല്ല പറയാൻ വിളിച്ചിരിക്കുന്നതെങ്കിൽ രാജു എബ്രഹാം ഇതിന്റെ മറുപടി കൂടി പറയണം. എന്തുകൊണ്ടാണ് SDPIയുടെ വോട്ട് വാങ്ങുന്നതിന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ CPMന് യാതൊരു നാണക്കേടോ അവരുടെ വോട്ടൊന്നും വേണ്ട, RSSന്റെയും വോട്ട് വേണ്ട. അല്ല വസീഫ് പറയുന്നത് ഞാൻ സംസാരിച്ചിട്ടില്ല. വസീഫ് മറുപടി സരിനാണ് പറയുന്നത്. അനുവദിക്കില്ല വസീഫ്. അങ്ങ് പറഞ്ഞപ്പോൾ ഉല്ലാസ് ബാബു ഇടപെട്ടിട്ടില്ല. ആ ചർച്ചയിലെ മാന്യത നമ്മൾ പുലർത്തണം. റിജിൽ പറയാനുള്ളത് റിജിൽ പറയട്ടെ. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ രണ്ടുപേരും നിശബ്ദരായിരിക്കും. ഉല്ലാസ് നിശബ്ദനാണ്. സരിൻ ഡോക്ടർ സരിന്റെ ഒരു ചാനൽ ചർച്ചയുടെ ഭാഗം ഞാൻ എടുത്തു കാണിച്ചത്. ഇത് മാത്രമല്ല, SDPI ഇപ്പൊ നേമത്ത് ശിവൻകുട്ടി ജയിച്ചപ്പോൾ അവിടെ SDPIക്കാർ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ SDPIക്കാരെ പ്രകടനം നടത്താൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം പാലക്കാട് നടത്തി. BJPയെ പരാജയപ്പെടുത്താൻ അത് UDFന് സാധിക്കൂ എന്നുള്ള ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ BJPയുടെ പ്രചരണമല്ലേ. BJP എന്താണ് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തത്. വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഈ കൽപ്പാത്തിയുടെ മണ്ണ് പോലും ഇതാ വഖഫ് പിടിക്കാൻ പോകുന്നു എന്നുള്ള പ്രചാരണം നടത്തിയില്ലേ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ പ്രധാനപ്പെട്ട ആരോപണം നടത്തിയത് വ്യക്തിപരമായി എന്നെ ഉൾപ്പെടെയാണ്. ഇതാ മൂരിക്കുട്ടനെ അർത്ഥവൻ ഇതാ തീവ്രവാദി ഭീകരവാദിയെ കൊണ്ടാണ് ഈ ചരക്കിനെ കൊണ്ട് നടക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് എന്തായി അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? സകലമാന വർഗീയതയും ആ പാലക്കാട് പറഞ്ഞില്ലേ BJP. അതിനെല്ലാം അവഗണിച്ചല്ലേ ഞങ്ങൾ ജയിച്ചത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുലിനെതിരായി ഇപ്പൊ പറയുന്ന വ്യാജ ID കാർഡ് കുറെ കാലായില്ലേ. നിങ്ങളുടെ പോലീസിൽ എന്തിനാണോ ഈ പോലീസ് നടക്കുന്നത്? നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു തുമ്പ് കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ പറയാണ് സരിന് പറഞ്ഞു, മറ്റേ ഏതോ നമ്മളെ ഷാനി പറഞ്ഞു. ഞാൻ അന്ന് ചർച്ചയിൽ പറഞ്ഞു, ഈയാമ്പാറ്റയുടെ പോലും ശക്തിയില്ലാത്തവരാണ് പോയവർ. അവർ പറയുന്നു ജനം ഉൾക്കൊള്ളില്ല. അരുണിന്റെ മുമ്പിലെ ചർച്ചക്കാണ് ഞാൻ പറഞ്ഞത്. അരുൺ എന്നോട് ചോദിച്ചു, ഈയാമ്പാറ്റകളാണോ ഒറിജിനൽ? ഞാൻ പറഞ്ഞു ഈയാമ്പാറ്റകളാണ് അരുണേ എന്ന് പറഞ്ഞല്ലോ. ആ ഈയാമ്പാറ്റകളാണെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായില്ലേ? എന്നിട്ട് അതാണ് പറയുന്നത്. പിന്നെ ട്രോളി എങ്ങനെ വന്നു എന്നൊക്കെ നമുക്കറിയാം. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ മുൻ MD ആയിട്ടുള്ള ശ്രീ നികേഷ് കുമാർ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. നികേഷ് കുമാറിന്റെ ഏജന്റായി ചില മാധ്യമപ്രവർത്തകർ ഈ പറയുന്ന റോഷിബാൽ ഉൾപ്പെടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ട്രോളിക്ക് പിന്നിൽ റോഷിബാൽ തന്നെയാണ്. റോഷിബാലിന്റെ സൂക്കേട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ റോഷിബാൽ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കൈരളിക്ക് ബദലായി കുറച്ച് ആളുകൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കെതിരായി ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് ഞങ്ങൾക്കറിയാം. എഡിറ്റോറിയൽ ബന്ധം ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിന് പോയത് ഒളിച്ചും പാത്തുമൊന്നുമല്ല. അത് ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ നിങ്ങളെ അറിയിച്ച വിഷയമാണ്. അനാവശ്യമായി ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിനെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ അതിലേക്ക് വലിച്ചടിക്കരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി കോൺഗ്രസിനോടോ CPM മറുപടി പറയാനുണ്ടെങ്കിൽ അത് പറയുക. ഒരു നിമിഷം എടോ ഗോപാലകൃഷ്ണ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പക്ഷേ ആ ദൃശ്യങ്ങളും ആ വാർത്തയ്ക്കും പ്രാധാന്യം കിട്ടുന്ന ഘട്ടത്തിലാണ് നമ്മൾ ലൈവായിട്ട് കയറുന്നത്. ആ വാർത്തയുടെ സോഴ്സ് പുറത്തു വന്നതും റിപ്പോർട്ടർ TV വഴിയല്ല. അതുമായി ബന്ധപ്പെട്ട കൈരളി ചാനൽ അവിടെ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത് റോഷിബാലിന്റെ മുകളിലേക്ക് ദയവ് ചെയ്ത് റിജിൽ മാക്കുറ്റി നിങ്ങൾ ആരോപണം കൊണ്ടുവയ്ക്കരുത്. പിന്നെ നികേഷ് കുമാർ ഇപ്പോൾ ഒരു പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് റിപ്പോർട്ടർ TVയുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഇത് ഞാൻ റിജിൽ മാക്കുറ്റി പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. റിജിൽ കേട്ടോ എന്ന് ഞാൻ അറിയില്ല എന്നുള്ളത് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ ജനത നൽകിയ ആ വോട്ടിനെ, ആ അംഗീകാരത്തെ നിങ്ങൾ അങ്ങ് ഇകഴ്ത്തി കാണിച്ചാലൊന്നും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലെന്ന്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ആ ജനങ്ങളോടൊപ്പമുള്ള മാൻഡേറ്റ് ആണ്
ഞങ്ങൾക്ക് പാലക്കാട് തന്നത്. അത് അഭിമാനകരമായ വിജയമാണ്. ആ അഭിമാനകരമായ വിജയം ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDF-നും BJP-ക്കുമെതിരെ കനത്ത തിരിച്ചടി പാലക്കാടിന്റെ മണ്ണിൽ നടത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ ഇവിടെ LDF, ഇവിടെ BJP ഒന്നിച്ചു പോയി CJP മുന്നണിയായി. SDPയുടെ വോട്ട് ഇനി വാങ്ങില്ലേ? ഹലോ, അത് പറ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. തുടരാം രുജിൽ. ഹലോ, ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതും അങ്ങ് പറഞ്ഞതും തമ്മിൽ ക്ലാഷായി. കേൾക്കാം. ഇനി വാങ്ങില്ലേ? ഹലോ, കേൾക്കാം രുജിൽ. റിജിലിനെ കേൾക്കുന്നുണ്ടോ? ഹലോ, റിജിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, അരുണെ കേൾക്കാമോ? ഹലോ, എനിക്ക് കേൾക്കാം റിജിൽ. ഞാൻ പറയുന്നത് റിജിലിനെ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഇല്ല, എന്റെ ഫോണ് കട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾ പറയൂ. ഓക്കെ, ഇല്ല നേരത്തെ റോഷയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി എനിക്കിത് പറയേണ്ടി വരുന്നത്. കാര്യം നമ്മുടെ MV നികേഷ് കുമാർ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനം രാജിവെച്ച് CPM-ലെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോയത് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അത് ഒളിഞ്ഞും പാത്തും പോയതല്ല. അദ്ദേഹം വളരെ സത്യസന്ധമായി നമ്മുടെ ചാനൽ എഡിറ്റർ ബോർഡിനോട് വിട പറഞ്ഞു പോയതാണ്. അതിനുശേഷം ഏറ്റവും വിശ്വസ്ത വിനേതനാണ് റോഷിപാൽ. നമുക്കറിയാം. പ്രൊഫഷണൽ ബന്ധങ്ങളും വളരെയധികം വ്യത്യസ്തമായി സൂക്ഷിക്കുന്നവരാണ്. ഞാനും റിജിലും തമ്മിൽ വ്യക്തിബന്ധമില്ലേ? റിജിലും KPCC പ്രസിഡന്റും തമ്മിലുള്ള വ്യക്തിബന്ധമില്ലേ? റിജിലും രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തിബന്ധമില്ലേ? എന്തിനേറെ പ്രൊഫഷണൽ ബന്ധങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ട്രോളി വിവാദം റോഷി ബാലിന്റെ ബുദ്ധിയല്ല. ട്രോളി വിവാദത്തിൽ റോഷി ബാലിനോ റിപ്പോർട്ടർ TVക്കോ ഒരു ബന്ധവുമില്ല. ആ വാർത്ത വരുന്ന സമയത്ത് അത് വിശദീകരിച്ചു എന്നതിനപ്പുറം ഞങ്ങൾക്കറിയാം. സംശയമില്ലാത്ത കാര്യം. താങ്കൾ മാധ്യമപ്രവർത്തകനാണ് എന്നും ഞങ്ങൾക്കറിയാം. താങ്കൾ മാധ്യമപ്രവർത്തകനാണെന്ന് അറിയാം. പക്ഷേ CPM-നെ എല്ലാ ഘട്ടത്തിലും സഹായിക്കാൻ നിലപാടെടുക്കുന്ന ഒരു ഉറച്ച ഇടതുപക്ഷക്കാരനെ ഞങ്ങൾക്കറിയാം. താങ്കൾ ഇപ്പൊ മാധ്യമപ്രവർത്തകനാണ്. പക്ഷെ നികേഷ് കുമാർ അവിടെ മാധ്യമപ്രവർത്തകൻ അവിടെ വന്നത് അനിൽകുമാറിന്റെയും മുൻപിൽ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതേപോലെ ഞാൻ വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണെന്നും ഞാൻ കോൺഗ്രസിന് വേണ്ടിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും പണിയെടുക്കുകയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. BJP-യുടെ ഭാഗത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്ഷേപങ്ങൾക്കൊന്നും വിമർശനങ്ങൾക്കൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള അപ്രീതിയുമില്ല. അത് താങ്കൾ തുടർന്നോളൂ. ഇടതുപക്ഷത്താണെന്നുള്ളത് CPM പക്ഷത്താണെന്നുള്ളത് അങ്ങ് വ്യാഖ്യാനിക്കരുത് എന്ന് മാത്രം. ഒരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ SDP-യുടെ കാര്യത്തിൽ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇടതുപക്ഷമല്ലേ റിജിൽ മാക്കുറ്റി ഇടതുപക്ഷമല്ലേ? അതെ, നിങ്ങൾ ഇടതുപക്ഷമാണെന്നറിയാം. അല്ല, റിജിൽ മാക്കുറ്റി ഇടതുപക്ഷമാണോ? റിജിൽ മാക്കുറ്റി ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? രാജിവെച്ച് റിജിൽ മാക്കുറ്റി ഇടതുപക്ഷമാണോ? രാഷ്ട്രീയമായി റിജിൽ മാക്കുറ്റി ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? ഞാൻ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഇടതുപക്ഷമല്ല. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾക്കുള്ള രാഷ്ട്രീയ ലൈൻ നെഹ്റുവിന്റെ ലെഫ്റ്റ് ഓഫ് സെന്റർ പൊസിഷനാണോ? ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഓഫ് സെന്റർ പൊസിഷൻ അല്ലേ? ആ ഇടതുപക്ഷം ഞങ്ങളാണ്. ഏജന്റായി നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ അവിടെ പ്രവർത്തിച്ചു. ഒരു റിപ്പോർട്ടർ അതിന്റെ ഭാഗമായാണ് ട്രോളി വിവാദം. ദേശീയതയുടെ പേരിൽ രാഷ്ട്രത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏജന്റ് അല്ലല്ലോ റിജിൽ മാക്കുറ്റി. ഞാൻ അറിയുന്ന റിജിൽ മാക്കുറ്റി ഒന്നാം തരം കോൺഗ്രസിലെ ഇടതുപക്ഷക്കാരനാണ്. ശരിയല്ലേ? ഞാൻ തികഞ്ഞ RSS വിരോധിയാണ്, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ RSS വിരോധിയായാൽ രണ്ട് ചാൻസാണ്. ഒന്നുകിൽ നിങ്ങൾ തീവ്രമായ മറ്റേതോ ഒരു വംശീയതയുടെ രാഷ്ട്രീയത്തെ പുൽകുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷമാണ്. ഒരു വംശ RSS വിരുദ്ധത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഹിന്ദുത്വ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോട് കലഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കലഹത്തിന്റെ പേരിൽ എന്നും മുന്നിൽ നിൽക്കാൻ തയ്യാറുള്ളവരാണ്. ഒരു ഭയമില്ലാത്ത ആളാണ് ഞാൻ. അതെ, അപ്പോൾ തീവ്ര മുസ്ലിം അല്ലെങ്കിൽ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനും നിങ്ങൾ എതിരല്ലേ? ഞാൻ വർഗീയതകൾക്ക് മുഴുവൻ എതിരാണ്. ന്യൂനപക്ഷത്തിന്റെ പേരിൽ പക്ഷേ ഈ രാജ്യം
ഇടതുപക്ഷം അത് നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ്. നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ്. അത് തന്നെയാണ് എന്റെ പക്ഷം. നെഹ്റുവിന്റെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷമാണ് എന്റെ പക്ഷം. അതിനും അപ്പുറത്തേക്ക് ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് എനിക്കില്ല. ഒരു പാർട്ടിയുടെയും സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ചാനൽ എഡിറ്റോറിയൽ പോളിസിയിൽ ഒരു ഇൻക്ലൂസീവായ പ്രാതിനിധ്യമുണ്ട്. ഞങ്ങൾ അഭിപ്രായം പറയുമെന്ന് മാത്രം. അതൊന്നും ഒരു പാർട്ടിയുടെ അഭിപ്രായമായി ദയവ് ചെയ്ത് താങ്കൾ ഇനി എടുക്കരുത്. ഇനി റോഷിയെക്കുറിച്ചുള്ള വിമർശനം രാഷ്ട്രീയ വിമർശനമായി ഞങ്ങൾ എടുക്കുന്നു. അതിനും അപ്പുറത്തേക്ക് പാങ്ങ് കിട്ടിയാൽ തീർത്തേക്കണം എന്നുള്ള ആർഗ്യുമെന്റ് അത് അല്പം സമയം മുമ്പ് കോൺഗ്രസ് പ്രതിനിധി നിരാകരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല ശ്രീ ഡോക്ടർ അരുണേ. പാർട്ടിയല്ല ഞങ്ങളത്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സമീപകാലത്ത് ഇതുപോലെ മാധ്യമപ്രവർത്തകന്മാരെ ആക്രമിച്ച ആളുകളുടെ മുമ്പിൽ അവരെ ന്യായീകരണം കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വന്നു പോയത്. അതെ അല്ലല്ല, താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ പറഞ്ഞതുപോലെ കുപ്രചരണങ്ങൾ കൊണ്ട് ഭരണവിരുദ്ധതയെ മറികടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു വാസ്തവം കൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം CPM-നുണ്ട് പാലക്കാട്ടെ പ്രചരണവുമായി ബന്ധപ്പെടുത്തി. താങ്ക് യു ശ്രീ റിജിൽ മാക്കുറ്റി, താങ്ക് യു ശ്രീ വി വസീഫ്. അല്ല, അത് നിങ്ങളത് വയനാട് കൂടി ചോദിക്കണം. അല്ല, വയനാടിന്റെ കാര്യത്തിൽ അദ്ദേഹം സമ്മതിച്ചു, അത് പ്രചരണം ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നിലയിൽ എത്തിയിട്ടില്ല. എനിക്കറിയാം എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? അരുൺകുമാർജി, നിങ്ങൾ അങ്ങനെ മാറിപ്പോകരുത്. റോഷിപാലിന്റെ സൂക്കേട് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞത് ഏത് ക്രിമിനൽ ഗൂഢാലോചനയുടെ പരമായിട്ടാ? ഒന്ന് പറ. നിങ്ങൾ UDF ബീറ്റിൽ നിന്ന് റോഷിപാലിനെ മാറ്റിയതിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചന ഇവർ ഉണ്ടാക്കിയതല്ലേ? അപ്പൊ ഇതിനകത്ത് നിങ്ങളും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കരുത് എന്നാണ് മാധ്യമ പ്രവർത്തന രംഗത്ത് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അരുൺകുമാറിനോട് BJP-ക്ക് പറയാനുള്ളത്. BJP-യും CPM-ഉം അല്ല ഒന്നിച്ച് നിങ്ങൾ സകലമായ നന്ദി ശ്രീ വസീഫ്, നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി, നന്ദി ശ്രീ ഉല്ലാസ് ബാബു ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.